ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ് സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. SSLC ഇംഗ്ലീഷ് റീഡറിലെ ഗ്ലൈംസസ് ഓഫ് ഗ്രീൻ എന്ന ഫസ്റ്റ് യൂണിറ്റിലെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന റസ്കിൻ ബോണ്ടിൻ്റെ ഷോർട്ട് സ്റ്റോറിയാണ് ഈ വീഡിയോയിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ 2 പാർട്ടുകളായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് പാർട്ടാണ്. സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം നമുക്ക് ഓഥറിനെ ഒന്ന് പരിചയപ്പെടാം. റസ്കിൻ ബോണ്ട്, who was born on 19 May 1934. 1934 മെയ് 19 റസ്കിൻ ബോണ്ട് ജനിക്കുന്നത്. ഈസ് ആൻ ഇന്ത്യൻ ഓഥർ ഓഫ് ബ്രിട്ടീഷ് ഡിസെൻറ്റ്. ഈ ബ്രിട്ടീഷുകാരുടെ ഇടയിൽ നിന്നും വന്ന ഒരു ഇന്ത്യൻ എഴുത്തുകാരനാണ്. ഹിസ് ഫാദർ വാസ് ആൻ ഓഫീസർ അറ്റ് റോയൽ എയർഫോഴ്സ്. ഇദ്ദേഹത്തിൻ്റെ അച്ഛന് ഒരു റോയൽ എയർഫോഴ്സിലെ ഓഫീസറായിരുന്നു. ഹി റോട്ട് ഹിസ് ഫസ്റ്റ് നോവൽ ദ റൂം ഓൺ ദ റൂഫ് അറ്റ് ദ ഏജ് ഓഫ് 17. ഇദ്ദേഹത്തിൻ്റെ 17ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നോവൽ എഴുതുന്നത്. ഇറ്റ് ഗോട്ട് ജോൺ ലെവലിയൻ റൈസ് പ്രൈസ് ഇൻ 1957. ഈ ഒരു കൃതി ഇദ്ദേഹത്തിന് 1957 ലെവലിയൻ റൈസ് പ്രൈസ് അവാർഡ് നേടിക്കൊടുത്തു. ഹിസ് ഫസ്റ്റ് ചിൽഡ്രൻസ് ബുക്സ് വാസ് ദ ആംഗ്രി റിവർ. ഇദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ബുക്കാണ് ദ ആംഗ്രി റിവർ. In 1992, they received the സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ഹിസ് ഷോർട്ട് സ്റ്റോറി കളക്ഷൻ. ഇദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറി കളക്ഷനിൽ 1992 ഇദ്ദേഹം സാഹിത്യ അക്കാദമി അവാർഡ് കരസ്ഥമാക്കി. അവർ ട്രീസ് സ്റ്റിൽ ഗ്രോ ഇൻ ഡെഹ്റ എന്നായിരുന്നു ആ ഷോർട്ട് സ്റ്റോറിയുടെ നെയിം. He was awarded the Padmasri in 1999 for his contribution to children's literature. കുട്ടികളുടെ സാഹിത്യത്തിലേക്കുള്ള ഇദ്ദേഹത്തിൻ്റെ സംഭാവനയ്ക്ക് 1999 പത്മശ്രീ അവാർഡ് ഇദ്ദേഹത്തിന് ലഭിച്ചു. He got the Lifetime Achievement Award in 2017. 2017 ഇദ്ദേഹത്തിന് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡും സ്വന്തമാക്കി. He now lives with his adopted family in ലാൻഡർ നിയർ മസൂറി. മസൂറിക്ക് അടുത്തുള്ള ലാൻഡർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു ബ്രിട്ടീഷുകാരനാണെങ്കിൽ പോലും ഇന്ത്യയിലാണ് ജീവിച്ച് വളർന്നിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ അച്ഛനൊരു ബ്രിട്ടീഷുകാരനും അമ്മ ഒരു ആംഗ്ലോ ഇന്ത്യനും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ട് നല്ല ഒരു അടുപ്പമുള്ള വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അപ്പോൾ നമുക്കിനി സ്റ്റോറിയിലേക്ക് പോകാം. സ്റ്റോറിയുടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഭാഗം ആദ്യം ഒന്ന് വായിക്കാം. നാച്ചർ ഈസ് ഫോർ ഓൾ ലിവിങ് ബീയിങ്സ്. മാൻ ഷുഡ് ലിവ് ഇൻ ഹാർമണി വിത്ത് നാച്ചർ. നാച്ചർ ഈസ് ഫോർ ഓൾ ലിവിങ് ബീയിങ്സ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ അതിലെ എല്ലാ തരത്തിലുള്ള ജന്തുജീവജാലങ്ങളും ഉൾപ്പെട്ടതാണ്. മാൻ ഷുഡ് ലിവ് ഇൻ ഹാർമണി വിത്ത് നാച്ചർ. മനുഷ്യർ തീർച്ചയായിട്ടും പ്രകൃതിയുടെ ആ ഒരു സന്തുലിതാവസ്ഥയിലാണ് മനുഷ്യന് ജീവിക്കുക. ബീയിങ് വൺ വിത്ത് നാച്ചർ ഈസ് ആൾവേസ് മെസ്മറൈസിങ്. പ്രകൃതിയോടുകൂടെ ഇഴചേർന്ന് ജീവിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു മെസ്മറൈസിങ് ആണ്, എൻചാൻഡിങ് എന്ന് പറയാം. നല്ല ഒരു സുന്ദരമായൊരു നിമിഷമായിരിക്കും. ഹാവ് യു എവർ ഗോട്ട് എ ചാൻസ് ടു സ്പെൻഡ് യുവർ ലെഷർ ടൈം വിത്ത് നാച്ചർ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ലെഷർ ടൈം മീൻ ഫ്രീ ടൈം, നിങ്ങളുടെ ഫ്രീ സമയം പ്രകൃതിയോട് ജീവിക്കാൻ, പ്രകൃതിയിൽ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ലെറ്റ്സ് റീഡ് ഹൗ എ ബോയ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് ബ്ലെൻഡഡ് വിത്ത് ദ എസെൻസ് ഓഫ് നേച്ചർ. ഇവിടെ ഈ ചാപ്റ്ററിൽ പറയുന്നത് ഒരു ബോയ്, ആ ബോയുടെ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ബ്ലെൻഡഡ് വിത്ത് എസെൻസ് ഓഫ് നേച്ചർ, പ്രകൃതിയിൽ ഇഴചേർന്ന് ജീവിക്കും. പ്രകൃതിയോടുകൂടെ അവനുണ്ടായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസും അതുപോലെ അതിലുണ്ടായിട്ടുള്ള ബ്ലെൻഡഡ് അതിലുണ്ടായിട്ടുള്ള അവന് മറക്കാനാവാത്ത കുറച്ച് സംഭവങ്ങളാണ് ഈ സ്റ്റോറിയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോറി നോക്കാം. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ബനിയൻ ട്രീയിലുണ്ടായ സാഹസികത. അഡ്വഞ്ചർ മീൻസ് സാഹസികത. ഈ സ്റ്റോറിയിലെ ഓഥർ എന്ന് പറയുന്നത്, നരേറ്റർ എന്ന് പറയുന്നത് റസ്കിൻ ബോണ്ട് തന്നെയാണ്. ഇതിലൊരു ബോയ് ആണ് ഇതിലെ കഥാപാത്രം. ആ ബോയ് എന്ന് പറയുന്നത് റസ്കിൻ ബോണ്ട് തന്നെയാണ്. റസ്കിൻ ബോണ്ട് തൻ്റെ കുട്ടിക്കാലത്തുണ്ടായ സംഭവമാണ് ഇതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. To the house and grounds of our home in India were grandfather's domain. ഞങ്ങളുടെ ഇന്ത്യയിലുള്ള വീടും അതുപോലെ അവിടുത്തെ ചുറ്റുപാടും ഒക്കെ ആരുടെയായിരുന്നു? ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ, മുത്തശ്ശൻ്റെ അധീനതയിലായിരുന്നു. ഡൊമൈൻ മീൻ അധീനതയിലായിരുന്നു. ദ മാഗ്നിഫിഷ്യൻ ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ ചീഫ്ലി ബിക്കോസ് ഗ്രാൻഡ് ഫാദർ. അവിടെ ഉണ്ടായിരുന്ന ഒരു മാഗ്നിഫിഷ്യൻ്റ് ഓൾഡ് ബനിയൻ ട്രീ, ചരിത്ര പുരാതനമായിട്ടുള്ള വയസ്സായിട്ടുള്ള ഒരു ബനിയൻ ട്രീ ഉണ്ടായിരുന്നു. അതുമാത്രമാണ് എൻ്റേതായിട്ടുള്ളത്. ചീഫ്ലി ബിക്കോസ് ഗ്രാൻഡ് ഫാദർ, അതിൻ്റെ മുഖ്യ പങ്ക് ആർക്ക് തന്നെയാണ്? മുത്തശ്ശന് തന്നെയാണ്. അറ്റ് ദ ഏജ് ഓഫ് 65, അദ്ദേഹത്തിന് എത്ര വയസ്സായിട്ടുണ്ട്? 65 വയസ്സായിട്ടുള്ള മുത്തശ്ശൻ കുഡ് നോ
ലോങ്ങർ ക്ലൈംബ് ഇറ്റ്. മുത്തശ്ശിന് ആ മരത്തിലേക്ക് കയറാൻ കഴിയുന്നില്ല. 65 വയസ്സായ മുത്തശ്ശിന് മരം കയറാൻ കഴിയില്ല. അതുകൊണ്ട് മാത്രമാണ് ആ ഒരു ബനിയൻ ട്രീ മാത്രം എൻ്റെതാണെന്ന് പറയാൻ കാരണം. ഗ്രാൻഡ് മദർ യൂസ് ടു ടീസ് ഹിം അബൌട്ട് ദിസ്. ഈ ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് മുത്തശ്ശനെ എപ്പോഴും മുത്തശ്ശി കളിയാക്കാറുണ്ട്. ടീസ് മീൻ കളിയാക്കുക. ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സർട്ടൻ കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്, ആൻ ഇംഗ്ലീഷ് വുമൺ ഹു ലിവ്ഡ് ടു ദ ഏജ് ഓഫ് 117. 117 വയസ്സായിട്ടും 117 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു ഇംഗ്ലീഷുകാരി സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിട്ട് ആരാണത്? കൗണ്ട്സ് ഓഫ് ഡെസ്മണ്ടിലെ ഒരു പ്രഭുപത്നി. കൗണ്ടസ് മീൻ പ്രഭുപത്നി, നല്ല ഒരു ഉന്നത ജാത കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ. അത്തരത്തിലുള്ള ഒരു സ്ത്രീ 117 വയസ്സ് വരെ അവർ ജീവിച്ചു. അവരെക്കുറിച്ച് പറഞ്ഞിട്ട് എപ്പോഴും മുത്തശ്ശിനെ കളിയാക്കാറുണ്ട്. എന്തിനാണ് അവരെക്കുറിച്ച് പറഞ്ഞ് കളിയാക്കുന്നത്? ആൻഡ് വുഡ് ഹാവ് ലിവ്ഡ് ലോങ്ങർ ഇഫ് ഷീ ഹാഡിൻ ഫോളൺ വൈൽ ക്ലൈംബിങ് ആൻ ആപ്പിൾ ട്രീ. അവർ 117 വയസ്സ് വരെ അവർ ജീവിച്ചിട്ടുണ്ട്. 117ാമത്തെ വയസ്സിലാണ് അവർ മരണപ്പെട്ടത്. ആ മരിക്കാനുണ്ടായ കാരണം അവർ ആ പ്രായത്തിൽ ലിവ്ഡ് ലോങ്ങർ ഇഫ് ഷീ ഹാഡിൻ്റെ ഫോളൺ വൈൽ ക്ലൈംബിങ് ആൻ ആപ്പിൾ ട്രീ എന്നാണ് പറയുന്നത്. ആ ഒരു സമയത്ത് അവർ ആപ്പിൾ മരത്തിൽ കയറിയില്ലായിരുന്നുവെങ്കിൽ, വീണില്ലായിരുന്നുവെങ്കിൽ അവർ മരിക്കുമായിരുന്നില്ലായിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 117ാമത്തെ വയസ്സിൽ മരത്തിൽ കയറിയിട്ടാണ്, താഴെ വീണാണ് ആ സ്ത്രീ മരിച്ചത്. അപ്പോൾ ഈ വയസ്സാം കാലത്ത് മരത്തിൽ കയറിയിട്ട് താഴെ വീണ് മരിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് മുത്തശ്ശനെ എപ്പോഴും മുത്തശ്ശി കളിയാക്കുന്നത്. അങ്ങനെ മരത്തിൽ കയറിയില്ലായിരുന്നുവെങ്കിൽ ആ സ്ത്രീക്ക് കുറച്ചുകൂടെ കാലം ജീവിക്കാമായിരുന്നു എന്ന് പറഞ്ഞ് മുത്തശ്ശി എപ്പോഴും മുത്തശ്ശനെ ടീസ് ചെയ്യുമായിരുന്നു. The spreading branches of the banyan tree which curved to the ground and took root again. ആ ബനിയൻ ട്രീയുടെ ബ്രാഞ്ചസ്, അതിൻ്റെ ശിഖരങ്ങളൊക്കെ സ്പ്രെഡിങ് ആണ്. ബനിയൻ ട്രീ നമുക്കറിയാം അല്ലേ, ആൽമരം. അതിൻ്റെ ബ്രാഞ്ചസ് ഇങ്ങനെ പരന്ന് പന്തലിച്ച് നിൽക്കുന്ന ബ്രാഞ്ചസ് ആയിരിക്കും. ആ ഒരു ബനിയൻ ട്രീയുടെ ബ്രാഞ്ചസൊക്കെ ആകെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന ബ്രാഞ്ചസും, അതുപോലെ അതിൻ്റെ കേർവ്ഡ് ആയിട്ടാണ്, അതിങ്ങനെ വളഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ടു ദ ഗ്രൗണ്ട് ആൻഡ് took root again. ഭൂമിയിലേക്ക് ഇങ്ങനെ അതിൻ്റെ റൂട്ട്സൊക്കെ ഇങ്ങനെ താഴ്ന്ന് കിടക്കുന്നത് കാണാം. ഫോമിങ് എ മെയ്സ് ഓഫ് ആർച്ചസ്. ശരിക്കും ഒരു ആർച്ച് രൂപത്തിൽ, ആർച്ച് ഷേപ്പിലാണ് അത് ഫോം ചെയ്തിട്ടുള്ളത്. ഗേവ് മീ എൻഡ്ലെസ് പ്ലെഷർ. അത് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു എൻഡ്ലെസ് പ്ലെഷറാണ്, അവസാനിക്കാത്തൊരു പ്ലെഷർ, ഹാപ്പി, ഒരു സന്തോഷം എനിക്ക് തോന്നാറുണ്ട്. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. ആ മരം എന്ന് പറയുന്നത് അതിന് വീടിനേക്കാളും പ്രായമുള്ളതാണ്. ഓൾഡർ ദാൻ ദ ഗ്രാൻഡ് ഫാദർ, മുത്തശ്ശനേക്കാളും വയസ്സുള്ളതാണ്. ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ഡെഹ്റ എന്ന ടൗണിനേക്കാളും വയസ്സുള്ളതാണ്. നെസ്ലിംഗ് ഇൻ എ വാലി അറ്റ് ദ ഫുട്ട് ഓഫ് ദ ഹിമാലയാസ്. ഹിമാലയയുടെ താഴ്വരയിലുള്ള ഒരു വാലിയാണ് ഡെഹ്റ. ആ ഡെഹ്റ താഴ്വരയേക്കാളും, ഡെഹ്റ ടൗണിനേക്കാളും പ്രായം ചെന്നതാണ് ആ ബനിയൻ. ഇത്രയാണ് ഫസ്റ്റ് പാസേജിൽ പറയുന്നത്. ബനിയൻ ട്രീയുടെ വിശേഷങ്ങളും അതുപോലെ മുത്തശ്ശൻ്റെ ഏജിനെ കുറിച്ചൊക്കെയാണ് ഫസ്റ്റ് പാസേജിലൂടെ പറയുന്നത്. ഇനി മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്യൂറൽ. അങ്ങനെ എൻ്റെ ആദ്യത്തെ സുഹൃത്ത് എന്ന് പറയുന്നത്, എനിക്ക് പരിചിതമായ എൻ്റെ ആദ്യത്തെ സുഹൃത്താണ് എ സ്മോൾ ഗ്രേ സ്ക്യൂറൽ. ഒരു കുഞ്ഞു ഗ്രേ കളറുള്ള ഒരു സ്ക്യൂറലാണ്, ഒരു അണ്ണാൻകുട്ടി. ആർച്ചിങ് ഇസ് ബാക്ക് ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ. അവൻ്റെ പുറംഭാഗം എന്ന് പറയുന്നത് ആർച്ച് പോലെ ഇങ്ങനെ വളഞ്ഞിങ്ങനെ നിൽക്കും. സ്നിഫിങ് ഇൻ ടു ദ എയർ, അതിങ്ങനെ വീർപ്പിച്ച് കൂനിക്കൂടി ഇങ്ങനെ നിൽക്കും. ഹി സീംഡ് അറ്റ് ഫസ്റ്റ് ടു റീസൺ മൈ ഇൻവാൻഷൻ ഓഫ് ഹിസ് പ്രൈവസി. ആദ്യം അതിന് തോന്നിയിരുന്നു, സീംഡ് മീൻ തോന്നുക, ഫസ്റ്റ് ടു റീസൺ മൈ ഇൻവാൻഷൻ ഓഫ് ഹിസ് പ്രൈവസി, അവൻ്റെ പ്രൈവസി, അവൻ്റെ സ്വകാര്യതയിൽ ഞാൻ അവനെ ആക്രമിക്കുമോ എന്നൊരു പേടി ആ അണ്ണാൻകുട്ടിക്ക് ആദ്യം ഉണ്ടായിരുന്നു. But when he found that I did not arm myself with a catapult or air gun, പിന്നെ അത് കണ്ടെത്തി എൻ്റെ കയ്യിൽ എന്തില്ല, മൈസെൽഫ് വിത്ത് എ കാറ്റപ്പൾട്ട് ഓർ എയർ ഗൺ, എൻ്റെ കയ്യിൽ തോക്കോ അതല്ലെങ്കിൽ കാറ്റപ്പൾട്ട്, ഈ കവണ ഒന്നും എൻ്റെ കയ്യിലില്ല എന്നത് കണ്ടെത്തി. ഹി ബിക്കെയിം ഫ്രണ്ട്ലിയർ. അങ്ങനെ ആ അണ്ണാൻകുട്ടി എന്നുമായിട്ട് നല്ല കൂട്ടായി മാറി. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ലീവിങ്, അങ്ങനെ ഞാൻ അവിടുന്ന് പോരാൻ നിൽക്കുമ്പോൾ ഹിം പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്. അവിടെ നിന്ന് ഞാൻ പോരുമ്പോഴൊക്കെ, അവൻ്റെ അടുത്തേക്ക് പോകുമ്പോഴൊക്കെ ഞാൻ എന്ത് കൊടുക്കും, അവന് ബിസ്ക്കറ്റും അതുപോലെ കേക്കൊക്കെ കൊടുക്കാറുണ്ട്. ഹി ഗ്രൂ ബോൾഡർ ആൻഡ് ഫൈനലി ബിക്കെയിം ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്. അങ്ങനെ അവൻ നല്ല ബോൾഡറായ, നല്ല ശക്തനായിട്ട് അവൻ വളർന്നു. ആൻഡ് ഫൈനലി ബിക്കെയിം ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്. പിന്നെ അവസാനം അവൻ എൻ്റെ കയ്യിൽ നിന്ന് വരെ ഭക്ഷണം എടുത്ത് കഴിക്കാൻ മാത്രമേ എന്നുമായിട്ട് നല്ല ഫെമിലിയറായിട്ട്, നല്ല പരിചിതമായിട്ട് ഞങ്ങൾ തമ്മിൽ മാറി. Before long, he was delving into my pockets and helping himself to whatever he could find. Delve mean to search thoroughly and carefully.
അങ്ങനെ അവൻ എന്ത് ചെയ്യും, അവന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവൻ സ്വയം തന്നെ എൻ്റെ പോക്കറ്റിൽ കയറിയിട്ട് അവൻ സെർച്ച് ചെയ്യും, അവൻ എടുത്ത് കഴിക്കാൻ മാത്രം അവൻ മാറി. ഹി വാസ് എ വെരി യങ് സ്ക്യൂറൽ, അവൻ വളരെ കുഞ്ഞൊരു സ്ക്യൂറലായിരുന്നു. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട് ഹിം ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിങ് എ ഹ്യൂമൻ. അവൻ്റെ ഫ്രണ്ട്സും അവൻ്റെ റിലേറ്റീവ്സും ഒക്കെ തീർച്ചയായിട്ടും അവനെ കളിയാക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാകും. ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിങ് എ ഹ്യൂമൻ, മനുഷ്യനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, മനുഷ്യനെ പറ്റിക്കാനും വിഡ്ഢിയാക്കാനും പറ്റിയൊരു ബുദ്ധിയുള്ള അണ്ണാനാണ് എന്ന് അവനെക്കുറിച്ച് അവൻ്റെ കൂട്ടുകാരും അവൻ്റെ റിലേറ്റീവ്സൊക്കെ ചിന്തിക്കുന്നുണ്ടാകാം. In the spring, when the banyan tree was full of a small red figs, അങ്ങനെ സ്പ്രിംഗ് സീസൺ വസന്തകാലത്തിൽ ബനിയൻ ട്രീ നിറയെ എന്താകും, ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിക്സ്, നിറയെ ചുവന്ന ഫിക്സ് മീൻ നമ്മുടെ ഈ ആൽമരത്തിലെ പഴങ്ങൾ, ആലും പഴം എന്ന് പറയാം അല്ലേ, ആ ഫിക്സ് നിറയെ അതിൽ കഴിച്ചിട്ടുണ്ടായിരിക്കാം. ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്, പലതരത്തിലുള്ള പക്ഷികൾ ആ ഫ്ലോക്ക് ഇൻ ടു ബ്രാഞ്ചസ്, ആ മരത്തിൻ്റെ ശിഖരത്തിൽ വന്നിട്ട് എന്ത് ചെയ്യും, അവർ ഒരുമിച്ച് ഫ്ലോക്ക് ചെയ്യും, അതിലേക്ക് ഒരുമിച്ച് വന്നിരിക്കും. ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ, ചിയർഫുൾ ആൻഡ് ഗ്രീഡി, ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ് ആൻഡ് പാരറ്റ്സ് ആൻഡ് ക്രോസ്, അതിലേക്ക് വരുന്ന പക്ഷികളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ബുൾബുൾ പക്ഷികളും അതുപോലെ ചിയർഫുൾ ആൻഡ് ഗ്രീഡി, ആർത്തി പണ്ടാറായിട്ടുള്ള ഭയങ്കര പാസ്റ്റേഴ്സ്, കുഞ്ഞു തിത്തിരി പക്ഷികളും അതുപോലെ പാരറ്റ്സ് തത്തകളും ക്രോസ് കാക്കകളൊക്കെ മരത്തിലേക്ക് വരും. സ്ക്വാബിളിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം, എപ്പോഴും അവർ സ്ക്വാബിളിംഗ്, എന്താണ് സ്ക്വാബിളിംഗ് എന്ന് പറഞ്ഞാൽ, സ്ക്വാബിൾ എന്ന് പറഞ്ഞാൽ കലവില കൂട്ടുക. വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം, എപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും ആ മരത്തിൽ. ഡ്യൂറിങ് ദ ഫിക്സ് സീസൺ ദ ബാനിയൻ ട്രീ വാസ് ദ നോയ്സസ് പ്ലേസ് ഓൺ ദ റോഡ്. ഫിക്സ് സീസൺ ആയിക്കഴിഞ്ഞാൽ ആ ബനിയൻ ട്രീ എന്ന് പറഞ്ഞാൽ ആ റോട്ടിലെ ഏറ്റവും നോയ്സസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയായിരിക്കും ബനിയൻ ട്രീ. ഭയങ്കരമായിട്ടുള്ള ബഹളമായിരിക്കും, എല്ലാ തരത്തിലുള്ള പക്ഷികളും കൂടെ വന്ന് ഭയങ്കര ബഹളമായിരിക്കും ആ ബനിയൻ ട്രീയിൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ? Halfway up the tree, I had built a small platform on which I would often spend the afternoon when it wasn't too hot. അങ്ങനെ ആ മരത്തിൻ്റെ ബനിയൻ ട്രീയുടെ മുകളിൽ ഒരു പകുതി ഭാഗത്ത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ബിൽറ്റ് എ സ്മാൾ പ്ലാറ്റ്ഫോം, ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം, ഒരു ഇരിപ്പിടം പോലെ ഒരു സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കി. ഐ വുഡ് ഓഫൺ സ്പെൻഡ് ദ ആഫ്റ്റർനൂൺ വെൻ ഇറ്റ് വാസ് ഇൻ ടു ഹോട്ട്, നല്ല ചൂടുള്ള സമയത്ത് ഉച്ചയ്ക്ക് ശേഷം എനിക്ക് വന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പ്ലാറ്റ്ഫോം അവിടെ ചെയ്തത്. ഐ കുഡ് റീഡ് ദർ, ഞാൻ അവിടെ ഇരുന്നിട്ട് വായിക്കും. പ്രോപ്പിംഗ് മൈ സെൽഫ് അപ്പ് എഗെയിൻസ്റ്റ് ദ വോൾ ഓഫ് ദി ട്രീ വിത്ത് കുഷ്യൻസ് ടേക്കൺ ഫ്രം ദി ഡ്രോയിങ് റൂം. എൻ്റെ ഡ്രോയിങ് റൂമിൽ നിന്നുള്ള കുഷ്യനൊക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് ആ മരത്തിൻ്റെ ബോളിൽ, അതിൻ്റെ തടിയിൽ ഞാനിങ്ങനെ ചാരിയിരുന്ന്, പ്രോപ്പിംഗ് മൈ സെൽഫ്, ഞാനിങ്ങനെ ചാരിയിരുന്നു കൊണ്ട് ഞാൻ വായിക്കും. ട്രഷർ ഐലാൻഡ്, ഹക്കിൾബെറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ്, the novels of Edgar Rice Burroughs and Louis May Alcott made up my bag of very mixed reading. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള വായനക്കാരുടെയും റീഡിങ്സ് ബുക്കുകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ആ മരത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഞാൻ വായിക്കുമായിരുന്നു. when I did not feel like reading, എനിക്ക് വായിക്കാൻ എനിക്ക് തോന്നാത്ത സമയത്ത് I could look down through the banyan leaves at the word below. ഞാൻ ആ ബനിയൻ മരത്തിൻ്റെ മുകളിലിരുന്നിട്ട് ഞാൻ അതിൻ്റെ ലീവ്സ്, അതിൻ്റെ ഇലകളുടെ ഇടയിലൂടെ വേൾഡ് ബിലോ, താഴെയുള്ള ലോകത്തേക്ക്, അതിൻ്റെ അടിഭാഗത്തേക്ക് ഞാൻ നോക്കിയിരിക്കും. അറ്റ് ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ്, അറ്റ് ദ കുക്ക് ക്വാറലിംഗ് വിത്ത് എ ഫ്രൂട്ട് വെൻഡർ, ഓർ അറ്റ് ഗ്രാൻഡ് ഫാദർ ഗ്രംബ്ലിംഗ് അറ്റ് ദ hardy Indian marigolds which instead of on springing up all over his very English garden. കുട്ടി ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് പറയുന്നത്. മുത്തശ്ശിയെ അലക്കിയെടുക്കുന്നുണ്ടാകാം തുണികളൊക്കെ. അതുപോലെ കുക്ക് ക്വാറലിംഗ് മീൻ വഴക്ക് കൂടുക, വിത്ത് ഫ്രൂട്ട് വെൻഡർ, പഴക്കച്ചവടക്കാരനുമായിട്ട് വഴക്ക് കൂടുന്നുണ്ടാകാം. അതല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ഗ്രംബ്ലിംഗ് അറ്റ് ദ ഹാർഡി ഇന്ത്യൻ മാരിഗോൾഡ് വിച്ച് ഇൻസ്റ്റഡ് ഓൺ സ്പ്രിങ്ങിങ് അപ്പ് ഓൾ ഓവർ ഹിസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ. തൻ്റെ പൂന്തോട്ടത്തിൽ തിങ്ങി നിറഞ്ഞ് പൂത്തു നിൽക്കുന്ന മാരിഗോൾഡ് മല്ലികപ്പൂവിൻ്റെ ഇടയിലൂടെ മുത്തശ്ശൻ നടക്കുന്നത് കാണാം. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻഡ് വൈൽ ഐ വാസ് ഇൻ ദ ബനിയൻ ട്രീ. പതിവായിട്ട് ഞാൻ ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ ഈ കാഴ്ചകളൊക്കെയാണ് കാണുന്നത്, അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാറില്ല. ബട്ട് ഓൺ വൺ പർട്ടിക്കുലർ ആഫ്റ്റർനൂൺ, പക്ഷേ ഒരു പ്രത്യേക ദിവസം, അന്ന് ഉച്ചയ്ക്ക് ശേഷം, ഐ ഹാഡ് ഇന്നഫ് എക്സൈറ്റ്മെൻറ്റ് ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ. ആ സമ്മറിൽ ഉടനീളം എനിക്ക് ഫുള്ളായിട്ട് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ തക്കത്തിൽ ഒരു സംഭവമാണ് അന്ന് ഉച്ചയ്ക്ക് ശേഷം നടന്നത്. എന്താണത്? ഇത്രമാത്രം എക്സൈറ്റ്മെൻറ്റ് ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് അവിടെ ഉണ്ടായതെന്ന് നോക്കാം. That was the time I saw a mongoose and a cobra fight to death in the garden, while I sat directly above them in the banyan tree.
ദാറ്റ് വാസ് ദ ടൈം. ആ സമയത്ത് ഐ സോ എ മംഗൂസ് ആൻഡ് എ കോബ്ര. ഞാൻ താഴേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ഒരു മംഗൂസും അതുപോലെ എന്താണ് മംഗൂസ്? കീരി. ആൻഡ് എ കോബ്ര, ഒരു മൂർഖൻ പാമ്പ്, കരിമൂർഖൻ പാമ്പും ഫൈറ്റ് ടു ഡെത്ത് ഇൻ ദ ഗാർഡൻ. അവർ രണ്ടാളും തമ്മിൽ മരണത്തോടെ പോരാടുകയാണ്. ഡെത്ത് ഇൻ ദ ഗാർഡൻ, മരണ പോരാട്ടമാണ് നടത്തുന്നത് ഇൻ ദ ഗാർഡൻ, പൂന്തോട്ടത്തിൽ. വൈൽ ഐ സാറ്റ് ഡയറക്ട്ലി എബവ് ദം ഇൻ ദ ബാനിയൻ ട്രീ. ഞാൻ അപ്പോഴൊക്കെ മരത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഞാൻ താഴേക്ക് നോക്കുകയാണ്. അപ്പോൾ താഴെ ഭയങ്കരമായിട്ട് തർക്കം നടക്കുകയാണ് മംഗൂസും കോബ്രയും തമ്മിൽ. ഇറ്റ് വാസ് എൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ. ഇനി ഈ സംഭവം നടക്കുന്നത് എപ്പോഴാണ്? ഏപ്രിൽ ആഫ്റ്റർനൂൺ, ഒരു ഏപ്രിൽ മാസത്തിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു സമയത്ത്. ആൻഡ് ദ വാം ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ ഹാഡ് സെൻഡ് എവ്രി വൺ. എല്ലായിടത്തു നിന്നും വാം ബ്രീസ്, ചൂടുള്ള കാറ്റ്, കംപ്ലീറ്റ് അപ്രോച്ച് ചെയ്യുക, നല്ല സമീപിക്കുക. എല്ലായിടത്തും നല്ല ചൂടാണ്. ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ ഇൻഡോർസ്, മുത്തശ്ശൻ്റെ ഇൻഡോറിൽ വരെ എന്താണ് നല്ല ചൂട് ബാധിച്ചിട്ടുണ്ട്. ഐ വാസ് ഫീലിംഗ് ഡ്രോസി മൈസെൽഫ് ആൻഡ് വാസ് വണ്ടറിങ് ഇഫ് ഐ ഷുഡ് ഗോ ടു ദ പോണ്ട് ബിഹൈൻഡ് ദ ഹൗസ് ഫോർ സ്വിം. അപ്പോൾ എനിക്കിങ്ങനെ തോന്നുക, വല്ലാത്തൊരു ഉഷ്ണം, ചൂടൊക്കെ എനിക്ക് ഫീൽ ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ തോന്നി, പോണ്ടിൽ പോയിട്ടൊന്ന് കുളിച്ച് നീന്തി വന്നാലോ എന്നെനിക്ക് തോന്നി. വെൻ ഐ സോ എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര. അങ്ങനെ മരത്തിൻ്റെ മുകളിലിരുന്ന് ഞാനിങ്ങനെ പോണ്ട് ഇങ്ങനെ തിരയാണ്. ആ സമയത്താണ് ഞാൻ കാണുന്നത് ഒരു ഹ്യൂജ് ബ്ലാക്ക് കോബ്ര, ഒരു വലിയൊരു കറുത്ത മൂർഖൻ പാമ്പ്, ഗ്ലൈഡിങ് ഔട്ട് ഓഫ് ക്ലംബ് ഓഫ് കാക്ടസ് ആൻഡ് മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ. എവിടെയാണ് നിൽക്കുന്നത്? ബ്ലാക്ക് കോബ്ര ഗ്ലൈഡിങ് ഔട്ട് ഓഫ് ക്ലംബ് ഓഫ് കാക്ടസ്. അവിടെ ഒരു ക്ലംബ് മീൻ കൂട്ടം, കാക്ടസ് കള്ളിമുൾ ചെടികളുടെ ഒരു കൂട്ടമുണ്ട്. ആ കൂട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരിക. ആൻഡ് മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ. ആ പൂന്തോട്ടത്തിലെ ഏറ്റവും തണുപ്പുള്ളൊരു ഭാഗമാണ് ആ കാക്ടസിൻ്റെ ക്ലംബ്. അവിടെയാണ് ഒരു മൂർഖൻ പാമ്പിൻ്റെ തിളക്കം ഇങ്ങനെ കാണുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം എ മംഗൂസ്, അതേ സമയത്ത് ഒരു കീരി, ഹൂം ഐ ഹാഡ് ഓഫൺ സീൻ, അപ്പോഴാണ് ഞാൻ അതിനെ കാണുന്നത്. എമേർജ്ഡ് ഫ്രം ദ ബുഷസ് ആൻഡ് വെൻറ്റ് സ്ട്രൈറ്റ് ഫോർ ദ കോബ്ര. എമേർജ്ഡ് ഫ്രം ദ ബുഷസ്, അവിടെ ഉണ്ടായിരുന്ന ഒരു ബുഷസ് മീൻ കുറ്റിക്കാടിൻ്റെ ഉള്ളിൽ നിന്ന് എമേർജ്ഡ് പ്രത്യക്ഷപ്പെട്ടു. ആൻഡ് വെൻറ്റ് സ്ട്രൈറ്റ് ഫോർ ദ കോബ്ര, എന്നിട്ട് നേരെ കോബ്രയുടെ അടുത്തേക്ക് പോവുകയാണ്. ഇൻ എ ക്ലിയറിംഗ് ബിനീത്ത് ദ ട്രീ, ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് ബിനീത്ത്, അടിവശത്തേക്ക് നോക്കിയാൽ ക്ലിയർ ആയിട്ട് കാണാം. ഇൻ ബ്രൈറ്റ് സൺഷൈൻ, നല്ല തെളിഞ്ഞ സൂര്യപ്രകാശത്തിൽ ദേ കെയിം ഫേസ് ടു ഫേസ്. അവർ രണ്ടാളും ഇങ്ങനെ മുഖത്തോട് മുഖം അഭിമുഖീകരിച്ച് നിൽക്കുന്നത് വ്യക്തമായിട്ട് മരത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണാമായിരുന്നു. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്ക് ബാക്കി ഭാഗം നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം. അപ്പോൾ രണ്ട് ശക്തരായിട്ടുള്ള പോരാളികൾ തമ്മിൽ ആ പൂന്തോട്ടത്തിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. എന്താണ് ഇനി സംഭവിക്കുക, ആരാണ് ഈ യുദ്ധത്തിൽ ജയിക്കുക, തുടർന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.